ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്പഞ്ചിൻ്റെ ചെരുപ്പിലൂടെയാണ്. നമ്മൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയതാ, ചെരുപ്പ് മാറ്റാൻ മറന്നുപോയി. അതുകൊണ്ട് വീണ്ടും റൂമിലോട്ടേക്ക് പോവാം. ഇവയ്ക്ക് ഇതിനേക്കാളും രസം സ്പഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മുടെ കാറ് വന്നു, നമ്മൾ പോക്കായി. നമ്മളെവിടെയാ പോകുന്നേ? നിക്ക് നമ്മളെവിടെ പോകുന്നേ? ബീച്ചിലാ. ഇപ്പം നമ്മൾ കൊറിയത്തുള്ള ഒരു അടിപൊളി ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് എടുക്കുന്നതിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. ഞാൻ ലാൻഡ്സ്കേപ്പിലായിരുന്നു എടുക്കേണ്ടത്. ഞാൻ ഇത്രയും ദിവസം ഈ ഷോർട്സ് എടുക്കുന്ന പോലെ വീഡിയോസ് എടുത്തിരുന്നത്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് ലാൻഡ്സ്കേപ്പിൽ മാത്രമേ വീഡിയോ എടുക്കൂ കേട്ടോ. ഇവിടുന്ന് 1-2 മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ കൊറിയത്തിലേക്ക്. ഇതൊക്കെ ഒട്ടും ആൾതാമസം ഇല്ലാത്ത ഏരിയ, വെറും മലകൾ മാത്രം. 2 സൈഡും മലകൾ, അതിൻ്റെ നടുക്കൂട്ട റോഡ്. ഒരു മഴയൊക്കെ പെയ്താൽ മല ഇടിഞ്ഞ് റോഡിലോട്ട് വീഴാതിരിക്കാനായിരിക്കും പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. മലയോട് ചേർന്നിട്ട് ഒരുപാട് വീടുകളുണ്ട്. ഇങ്ങനെ വീടുകൾ മാത്രം കാണുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ എവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഇത് കണ്ട ബിൽഡിങ്സ് മാത്രം. അതൊരു മാർക്കറ്റ് കിട്ടി, മക്ക ഹൈപ്പർ മാർക്കറ്റ്. ഈ ഒരു റൗണ്ട് അബൌട്ടിൽ നല്ല അടിപൊളി സ്റ്റാച്യു ഉണ്ട്, പക്ഷെ സ്പീഡായതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ എന്നത്തെയും പോലെ ഇങ്ങനെ മലകളൊക്കെ നോക്കി ആസ്വദിച്ചിരുന്നു. പിന്നെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ 4 പേരും, നമ്മൾ 3 പേരും കൂടി ലുഡോ കളിച്ചു. ജയിക്കാൻ വേണ്ടി പച്ച കളർ എടുത്ത് ലുഡോ കളിച്ച് ഇവാന് തോറ്റു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് തോറ്റു. അപ്പോൾ അതെൻ്റെ സിംഗിൾ ഡാൻസ് ആയിരുന്നു. പിന്നെ ഞാനും നിക്കിയും കൂടി ഡാൻസ് ചെയ്തു. സമയം പോകണ്ടേ ഗൈസ്. ഈ ഒരുപാട് ദൂരം കാറിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ എന്നെ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യം. ഞാനൊക്കെ നാട്ടിൽ നിന്നൊക്കെ ദൂരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ട്രെയിനിലേ പോകും. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെങ്കിലും കളിക്കാമല്ലോ. അപ്പോഴായിരുന്നു ഗൈസ് സൂര്യൻ ചേട്ടൻ്റെ ഒരു കിടിലം വ്യൂ എനിക്ക് കിട്ടിയത്. ഐ ആം സോ ഹാപ്പി. ചൂടെടുത്ത് വെന്ത് മരിക്കുമെങ്കിലും ഇടയ്ക്ക് സൂര്യൻ ചേട്ടനെ കാണാൻ ഒരു ഗ്ലാമറൊക്കെയാണ്. ഇത് ഫുള്ള് മല, എവിടെ തിരിഞ്ഞാലും മല. ഇത് എവിടെ എത്തിയത് ഗൈസ്? ഒരു സ്ഥലത്ത് പോലും ഞാൻ പെട്ടു ഗൈസ്. ഒരു സ്ഥലത്ത് പോലും പ്ലെയിൻ ആയിട്ടില്ല. നീ കൂടിയാ പറയാനുള്ളൂ. മലയില്ലാതെ എങ്ങനെ പോയതല്ലേ? ഞാൻ പറഞ്ഞു ഇതിന്റെ മേലെയാണ് സംഭവം. ഏതിന്റെ മുകളില് വണ്ടി കയറൂലേ? ദൈവമേ, നടക്കേണ്ടി വരുമോ? നമ്മൾ ഇതിന്റെ മുകളിൽ കയറണോ? ഇതിന്റെ മേലെയാന്ന് സംഭവം. നോക്കിയേ എന്ത് രസാ കാണാൻ വേണ്ടിയിട്ട്. വാവ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുക്കുരി പറയും, എന്തിനാ എടുക്കുന്നേ, മലയല്ലേ, അപ്പുറം മല ഇപ്പുറം മല, എന്തിനാ ഇതൊക്കെ എടുക്കുന്നേന്ന് പറയും. പക്ഷേങ്കിൽ എനിക്ക് ഇത് കാണാനും ഇതിങ്ങനെ ഓരോ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനും എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം എത്താറായി. ഈ കാണുന്ന കുന്ന് കയറണം. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഡാം വരുന്നത്. ഡാം താഴെയാണ്, പക്ഷേ വ്യൂ മുകളിലാണ്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പോലെ അതേ ഒരു സ്റ്റൈൽ വ്യൂ നമുക്ക് നമ്മുടെ മൊബൈലിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ. ഇതാ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ടേക്ക് വരും. താഴോട്ടേക്ക് വന്നിട്ട് അത് അങ്ങോട്ട് ഒഴുകിപ്പോവും. നമുക്ക് ബാഡ് ലക്കാണ് ഗൈസ്, അതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വെള്ളം പോകുന്നില്ല. പിന്നെ നമ്മൾ മലയുടെ മുകളിലോട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ താഴെ വേറെ വഴിയുണ്ട്. താഴെ കൂടെ പോവുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ പോകുന്ന സ്ഥലത്ത് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളിത് അവിടേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടും. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ.
അടിപൊളിയാണ്. വെള്ളവും കൂടി ഉണ്ടെങ്കിൽ പൊള്ളിക്കുമായിരുന്നു. അങ്ങനെ വെള്ളം കാണാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ മടങ്ങുക. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടെ ഫുൾ ഇരുടാണ്. ഫുൾ ഇരുടായി. അപ്പൊ നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് പോകാം ഗൈസ്. പണ്ട് കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കളിച്ചൊരു കളിയായത് കള്ളും കുടിച്ച് കാട്ടിൽ പോവാ. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഊട്ടിയുടെ ഈ അഭിനയം എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഫുഡ് അടിക്കാനാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറി നല്ല ചൂട് നെയ്പ്പത്തിരിയും ബീഫും വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊറിയാത്ത് ഡാം യാത്ര. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ.